ശബരിമല യാത്ര സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ യൂണിറ്റ് നടപടികൾ കർശനമാക്കി. എരുമേലി കടമലയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾക്ക് കോൺവേ സംവിധാനം ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി ഇറക്കം ആരംഭിക്കുന്ന എഴുത്താപ്പുഴയിൽ വാഹനങ്ങൾ പിടിച്ചിട്ട ശേഷം ഒരുമിച്ച് കടത്തിവിടും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് കഴിഞ്ഞയാഴ്ച കണമല അട്ടിവളവിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. അമിത വേഗതയിൽ വാഹനം ഇറക്കിമിറങ്ങിയതാണ് അപകടത്തിന് കാരണം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് കോൺവേ സംവിധാനം നടപ്പിലാക്കിയത്. പോലീസുമായി സഹകരിച്ചാണ് നടപടികൾ. ഇറക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ പോലീസ് ഓഫീസേഴ്സും ഉണ്ട്, നമ്മുടെ സ്ക്വാഡും ഉണ്ട്. അവർ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ ഇറങ്ങി വരാവൂ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ വാഹനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഓവർ സ്പീഡ് ചെയ്യാനുള്ള സാധ്യത കുറവായതിനാൽ ഓരോ കൂട്ടമല്ലാതെ വരുന്ന വാഹനങ്ങൾ നമ്മളവിടെ നിർത്തിയിട്ടിട്ട് കോൺവോയ് ആയിട്ട് 5-6 വാഹനങ്ങളാകുമ്പോൾ മാത്രമാണ് താഴേക്ക് കടത്തിവിടുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് അപകട മേഖലയായതുകൊണ്ട് ഇവിടത്തേക്ക് മാത്രമായ ഒരു സ്ക്വാഡിനെ ഡിപ്ലോയ് ചെയ്തിരുന്നവരും. ഓവർടേക്കിംഗ് പാടില്ല എന്ന നിർദ്ദേശവും മുന്നറിയിപ്പ് നോട്ടീസും ഡ്രൈവർമാർക്ക് നൽകി തുടങ്ങി. അപകട സാധ്യതാ മുന്നറിയിപ്പിനായി റിഫ്ലക്ടർ ബോർഡ് സ്ഥാപിക്കാൻ ദേശീയപാത അധികൃതർക്ക് കത്ത് നൽകി. റോഡുകളിലെ വെളിച്ചക്കുറവ് പരിഹരിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ 24 മണിക്കൂറും സജ്ജമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ടീം. മീഡിയ 1 കോട്ടയം.